ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് തിരണ്ടി മീനാണ്. തെരച്ചി എന്നൊക്കെയാണ് ഇവിടെയൊക്കെ പറയുന്നത്. ഇത് എപ്പോഴും കിട്ടുന്ന മീനല്ല, വല്ലപ്പോഴും മാത്രം കിട്ടുന്നതാണ്. ഇത് വറുത്തരച്ച് വെച്ചാലുള്ള സ്വാദ് അപാരമാണ്. അപ്പോൾ ഇന്ന് ഈ മീന് വറുത്തരച്ചാണ് വെക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ കപ്പയും കൂടിയുണ്ട്. നല്ല വേകുന്ന കപ്പയാണ്. നല്ല മീനുള്ളപ്പോൾ കപ്പയില്ലെങ്കിൽ പിന്നെ അത് കഴിക്കാനൊരു സുഖം കാണുകയില്ല. ഇത് കപ്പയുടെ ഒപ്പം കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഇത് വറുത്തരച്ചാണ് വയ്ക്കുന്നത്. അതിനായിട്ട് നല്ലൊരു മുറി തേങ്ങ വേണം. ശരിക്കും തേങ്ങ ഇത് വറുത്തരച്ചാലേ അതിൻ്റെ ടേസ്റ്റ് കാണുകയുള്ളൂ. ഇതോടൊപ്പം 2-3 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിടാം. ചില മീനുകൾക്ക് ഇതുപോലുള്ള ചെറിയ ഉള്ളി ചേർത്താലാണ് കൂടുതൽ ടേസ്റ്റ്. ഇല്ലെങ്കിൽ സവാള ചേർക്കാം ഒരല്പം. ഇതിൻ്റെ കൂടെ വറ്റൽമുളക് 8-10 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. 1/2 കിലോ മീനുണ്ട്. ഓരോരുത്തരുടെ എരിവനുസരിച്ച് മുളക് കൂട്ടിയും കുറച്ചും കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരല്പം മല്ലി, 1 ടേബിൾ സ്പൂൺ മല്ലി. ഇതൊന്ന് വറുത്തെടുക്കണം. ഇത് ചെറിയ തീയിൽ നല്ലതുപോലെ വറുക്കണം. നല്ല ബ്രൗൺ നിറമാകുന്നതുവരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകും. ഇതിലിടാനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി റെഡിയാക്കി വച്ചിട്ടുണ്ട്. അതൊന്ന് വലിയ ഉള്ളിയൊക്കെ ഒന്ന് 2ആയിട്ട് മുറിച്ചിടാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തേങ്ങ ഇവിടെ പകുതി മൂത്ത് കഴിഞ്ഞു. ഇനി ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് മൂക്കും. ഇതിലിനി ഒരല്പം ഉലുവ ചേർക്കാം. ഉലുവാപ്പൊടി ഇടുന്നതിനേക്കാളും ഈ ഫ്രഷ് ആയിട്ടുള്ള ഉലുവ ഇട്ടാൽ നല്ലൊരു മണം കിട്ടും. അതുപോലെ ഒരല്പം ഇഞ്ചി കൂടി ഇതിൽ ചേർക്കാം. ഇഞ്ചിയുടെ പച്ചച്ചുവയൊന്നും മാറി കിട്ടിയാൽ മതി. അതുകൊണ്ടാണ് നേരത്തെ ചേർക്കാതിരുന്നത്. മീൻ കറിക്ക് ഒരു പ്രത്യേക സ്വാദ് കിട്ടും അല്പം ഇഞ്ചി ചേർത്താൽ. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് 1-2 മിനിറ്റ് കൂടി ഇളക്കിക്കൊണ്ടേയിരിക്കണം. ചീനച്ചട്ടി നല്ല ചൂടാണല്ലോ, ഇത് കരിയാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് അരച്ചെടുക്കാം. ആ സമയം കൊണ്ട് ഈ കപ്പയൊന്ന് റെഡിയാക്കിയെടുക്കാം. കപ്പ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞാനിത് കൈ കൊണ്ട് കനം കുറച്ചാണ് അരിയുന്നത്. നല്ല വേകുന്ന കപ്പയാണ്. ചില സമയത്തൊക്കെ നല്ല വേകുന്ന കപ്പ കിട്ടും. ചില കപ്പയൊക്കെ വാങ്ങുമ്പോൾ അത് വേകുകയില്ല. വറുത്തരച്ച് വെക്കുന്ന മീനിനോടൊപ്പം കഴിക്കാൻ നല്ല വെന്ത കപ്പയാണ് നല്ലത്. കപ്പ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 3-4 വെള്ളം കഴുകിയതിന് ശേഷം ഇത് കുക്കറിലാണ് വേവിക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് 1 വിസിൽ മതി. ആ സമയത്ത് നമുക്ക് മീൻ അടുപ്പിലാക്കാം. ഈ വലിയ ഒരു തിരച്ചിയുടെ ഭാഗമാണിത്. വാങ്ങിയപ്പോൾ തന്നെ കടയിൽ നിന്ന് അവർ തൊലിയൊക്കെ മാറ്റിയാണ് തന്നത്. അതുകൊണ്ട് ആ ബുദ്ധിമുട്ട് ഒഴിവാക്കി. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് തൊലിയെടുക്കാനായിട്ട്. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി എടുത്ത് കുതിർക്കാനായിട്ട് വയ്ക്കാം. തേങ്ങ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇതിനെ മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കാം. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ആദ്യം പൊടിച്ചിട്ട് അരയ്ക്കുമ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. ഇതിലിനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് ആ പുളി ഒഴിച്ചു കൊടുക്കാം. ആദ്യം വറുത്ത തേങ്ങാപ്പൊടി ആയതുകൊണ്ട് കൂടുതൽ വെള്ളം വേണം അരയ്ക്കാൻ വേണ്ടി. പുളിയുടെ പാത്രത്തിൽ നിന്ന് തന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. എന്നിട്ട് നല്ല മഷി പോലെ ഇത് അരച്ചെടുക്കണം. നല്ലതുപോലെ അരഞ്ഞാൽ മാത്രമാണ് ഈ കറിക്ക് ടേസ്റ്റ് ഉള്ളത്. തേങ്ങ തരിതരിപ്പായിട്ട് കിടന്നാൽ ഒട്ടും ടേസ്റ്റ് കാണുകയില്ല. കപ്പ വേവിക്കാൻ വെച്ചത് വിസിൽ വന്നു. ഓഫ് ചെയ്ത് വയ്ക്കുക. തേങ്ങ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി മീനിലൊഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗർഭിണികൾക്ക് മുലയൂട്ടുന്ന അമ്മമാർക്കുമൊക്കെ ഈ മീൻ വളരെ നല്ലതെന്നാണ് പറയപ്പെടുന്നത്. കൂടുതൽ പാലുണ്ടാകാൻ ഇത് സഹായിക്കുമെന്ന് പറയുന്നു. ഇതിൻ്റെ കൂടെ കുറച്ച് ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം. മുരിങ്ങയ്ക്കയും തൊണ്ടൻ പച്ചമുളകും ഒക്കെ ഇട്ടാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മറ്റ് മീൻ പോലെയല്ല, ഈ മീൻ വേകാൻ ഇത്തിരി സമയമെടുക്കും. 10-15 മിനിറ്റ് ചെറിയ തീയിലിരുന്ന് വേകട്ടെ. ഇനി കപ്പയ്ക്ക് അരയ്ക്കാൻ വേണ്ടി കുറച്ച് തേങ്ങ എടുക്കാം. ഈ കപ്പയ്ക്ക് കാന്താരി മുളക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ 3-4 കാന്താരി മുളക് ചേർക്കുകയാണ്. ഇവിടെ ഇഷ്ടം പോലെ കാന്താരിയുണ്ട്. കാന്താരിക്ക് പകരം പച്ചമുളകാണെങ്കിൽ 2-3 എണ്ണം അരയ്ക്കാം. അതിൻ്റെ കൂടെ 3-4 വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകവും. ജീരകം ഞാനിടാൻ മറന്നുപോയി. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഇതിൽ കുറച്ച് കറിവേപ്പില കൂടിയിട്ട് ഒന്ന് കറക്കിയെടുക്കാം.
മീനിപ്പോൾ തിള വന്നിട്ടുണ്ട്, അതൊന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അടച്ചു വച്ച് വേവിക്കാം. കുക്കറിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. കപ്പ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതിനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ വെള്ളം മുഴുവനും ഊറ്റിക്കളയണം. ഇതിലിനി നമ്മൾ അരച്ചു വെച്ച അരപ്പ് ചേർക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാനുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മീനൊന്ന് ചെക്ക് ചെയ്യണം. മീനിപ്പോൾ ഏകദേശം വറ്റിയിട്ടുണ്ട്. നല്ലൊരു മണമുണ്ട്. ഇപ്പോഴീ വറുത്തരച്ചത് കൊണ്ട് നല്ല മണമാണ്. 2-3 മിനിറ്റ് കൂടി ഒന്ന് ഇരുന്ന് വറ്റട്ടെ. ഇപ്പോൾ ഉപ്പും പുളിയും ഒക്കെ ഇപ്പോൾ നോക്കാവുന്നതാണ്. ആ സമയത്ത് നമുക്ക് കപ്പ റെഡിയാക്കണം. അരപ്പ് ചേർത്ത കപ്പ നല്ലതുപോലെ ഒന്ന് ചൂടാക്കണം. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഈ അരപ്പ് വെള്ളം നല്ലതുപോലെ ചൂടായതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് ലൂസായിട്ടാണ് ഞാൻ ഈ കപ്പ ഉണ്ടാക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ല വെന്ത കപ്പ ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് കട്ടിയാകും. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്താൽ കുറച്ച് നേരം ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. കപ്പ വെന്തപ്പോൾ നമ്മുടെ മീനും നല്ല റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമാണ്. ഇനി അധികം വെയിറ്റ് ചെയ്യാൻ തോന്നുന്നില്ല. എന്നാലും ഇതൊന്ന് കടുക് വറുക്കണമല്ലോ. ചീനച്ചട്ടി ചൂടാക്കി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതിൽ ചെറിയ ഉള്ളി 2-3 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൽ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. തീ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം കറിവേപ്പില ചേർക്കാം. ഇതിനി ഈ മീനിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ മീൻ കാണുമ്പോൾ തന്നെ എത്ര രുചികരമായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഇപ്പോൾ നല്ല മണമാണ് വീട് മുഴുവനും. ഇതിനി കപ്പയോടൊപ്പം കഴിക്കുമ്പോൾ എത്ര ടേസ്റ്റ് ആയിരിക്കുമെന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ തിരച്ചി മീനൊക്കെ ഇതുപോലെ കിട്ടുമ്പോൾ ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക. നന്നായിട്ട് ഇത് വറുത്തരച്ചാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് കാണുകയുള്ളൂ. അതും തേങ്ങ അരച്ച് തന്നെ വെക്കണം. തേങ്ങയില്ലാതെ വെച്ചാൽ അത്രയ്ക്ക് ടേസ്റ്റ് കാണുകയില്ല. നല്ല വെന്ത കപ്പയാണ്. ഇതും അങ്ങോട്ടിട്ട് കുറച്ച് ബീറ്റ്റൂട്ട് തോരനുണ്ടാക്കി, അതും കൂടെ ഉണ്ട്. ഇനി ഈ മീൻ മാത്രം മതിയല്ലോ, മറ്റൊരു കറിയുടെയും ആവശ്യമില്ല. ചോറിനോടൊപ്പമാണെങ്കിലും ചപ്പാത്തിയോടൊപ്പമാണെങ്കിലും കപ്പയോടോ ചക്കയോടോ ഒപ്പം കഴിക്കാൻ ഇതിലും നല്ലൊരു മീൻ കറി വേറെയില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു തിരച്ചി മീൻ കറിക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാനായിട്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.